വേൾഡ് കപ്പ് തുടങ്ങാൻ ഫിഫ വേൾഡ് കപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കിയ കൊമ്പന്മാരൊക്കെ നമ്മുടെ സന്നാഹ മത്സരം ഫ്രണ്ട്ലി മാച്ചിലൊക്കെ തകർന്നു വീഴുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സ് അപ്പും അതിന് മുമ്പത്തെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ റണ്ണേഴ്സ് അപ്പും അതിൻ്റെ മുമ്പത്തെ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരുമായ ഫ്രാൻസ് ഐവറി കോസ്റ്റിന് മുന്നിൽ 2-1 കടപുഴകി വീണു. എല്ലാവരും കുട്ടിഘോഷിച്ച ടീമായിരുന്നു. അതുപോലെ നെതർലൻഡിനും അടിപതറി. സ്പെയിൻ എനിക്ക് തോന്നുന്നു സമനിലയാണ്. അങ്ങനെ വമ്പൻ ടീമുകളൊക്കെ ഒന്ന് പരിങ്ങി നിൽക്കുന്ന ഈ സമയമാണ് സന്നാഹ മത്സരം. നമുക്ക് പറയാം സന്നാഹ മത്സരമാണ്, അല്ലാണ്ട് ഇത് വലിയൊരു ഇതൊന്നുമല്ല. പ്ലേയേഴ്സിന് റൊട്ടേഷൻ ഉണ്ടാവും, മറ്റേതുണ്ടാവും, ഒരു കാര്യമായിട്ടുള്ള ഗെയിമല്ല, ശരിയാണ്. പക്ഷേ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവന്ന ടീമുകളൊക്കെ കടപുഴകി താഴ്ത്തി വിടുമ്പോൾ ബ്രസീൽ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് ബ്രസീൽ 2 സന്നാഹ മത്സരം ജയിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി വേൾഡ് കപ്പിന് എത്തുന്നു. കഴിഞ്ഞ ദിവസം മുഹമ്മദ് സലയുടെ ഈജിപ്തിന് 2-1 തോപ്പിച്ചു. അതിന് മുമ്പ് പനാമയെ തോപ്പിച്ചറിയാലോ, 6 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. 6-1 അതുകൊണ്ട് സ്കോർ. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നെയ്മറും സംഘവും എത്തുന്നു. നെയ്മർ ആയിട്ട് എത്ര കളി മിസ്സിങ് ആവും എന്നറിയില്ല. മിസ്സിങ് ആവാതിരിക്കട്ടെ, എന്നാലാണ് ഒന്നുകൂടി ഒരു കളിക്കൊരു ഇതുള്ളൂ. ഈവൻ മെസ്സി ഇല്ലാതെ പോലും ഇങ്ങനെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മെസ്സി അല്ല കേട്ടോ, ദൈവമേ, നെയ്മർ ഇല്ലാതെയാണ് 2 കളിയിലും പാനമയ്ക്കെതിരെയും പിന്നെ ഈജിപ്തിനെതിരെയും കളി ജയിച്ചത്. അപ്പോൾ നെയ്മറില്ലാതെയും ജയിക്കാൻ അറിയാം, ജയിപ്പിക്കും എന്ന് കാർലോ ആഞ്ചലോട്ടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊണ്ട് ബ്രസീലിന് എന്തായാലും പേടിക്കണം. ബ്രസീലിലെ മുൻ വർഷങ്ങളിലൊക്കെ ബ്രസീലിൽ എനിക്കുണ്ടായിരുന്നൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കാലിറ്റി ഇല്ല എന്നുള്ള ലെവലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ബ്രസീൽ ടീമിന് ഫിസിക്കാലിറ്റി മോശം വരാത്ത രീതിയിലുണ്ട്. അത് ബ്രസീലിനൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ എന്തായാലും കാർലോ ആഞ്ചലോട്ടി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നല്ല മികച്ചൊരു മാനേജർ ട്രാക്കിലുള്ളൊരു വ്യക്തിയാണ് ഡോൺ കാർലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, റയൽ മാഡ്രിഡിന് വാച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഡോൺ കാർലോയുടെ ശിക്ഷണത്തിൽ വരുന്ന പിള്ളേർ മോശമാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 24 വർഷത്തെ വേൾഡ് കപ്പ് വരൾച്ചയ്ക്ക് ഇപ്രാവശ്യം വിരാമം ഇടുമെന്നാണ് എല്ലാ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ എതിരാളികൾ കടുപ്പമുള്ളവരാണ്. പോർച്ചുഗലിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ ഞെട്ടും. സ്പെയിൻ മോശമല്ല. ഈ നോക്കണ്ട, ഈ ഫ്രാൻസ് തോറ്റതോ അല്ലെങ്കിൽ നെതർലാൻഡിനെയും സ്പെയിൻ അടിപതറിയോ ഒന്നും നോക്കണ്ട. പക്ഷേ റിയലായിട്ട് വരുമ്പോൾ അവരൊക്കെ അവരുടെ തനി സ്വഭാവം കാണിക്കും. ആരെയും നമ്പാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ബ്രസീൽ സ്ക്വാഡ് സ്ട്രെങ്ത്താണ്. അപ്പോൾ എന്തായാലും ബ്രസീൽ കപ്പെടുക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നു. കപ്പെടുക്കട്ടെ. നെയ്മർ ഒരു കളി മിസ്സാവാതെ എല്ലാ കളിയിൽ ഇറങ്ങട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടാവട്ടെ.